അന്ന് ഡെന്നിസ് ജോസഫ് ഇതേപോലെ മമ്മൂട്ടിക്ക് വേണ്ടി, പ്രേം നസീറിന് വേണ്ടി മമ്മൂട്ടി സബ്ജക്റ്റ് ഒക്കെ എഴുതിയതാണ്. പക്ഷെ ആ കഥ പിന്നീട് സംഭവിച്ചോ, അത് പിന്നീട് വേറെ സംവിധായകർ ഡെന്നിസ് ജോസഫ് കൊടുത്തോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ പ്രേം നസീർ അവസാന കാലത്ത് ഫീൽഡ് ഔട്ടൊക്കെ ആയി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്ന രീതിയിലൊക്കെയാണ് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രേം നസീറിന് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അന്ന് 1,00,000 രൂപ റെമ്യൂണറേഷൻ ആദ്യമായിട്ട് മലയാള സിനിമയിൽ മേടിച്ച ആളാണ് പ്രേം നസീർ. പ്രേം നസീർ ഏകദേശം 85 ഫീൽഡിൽ നിന്ന് മാറുന്ന സമയം വരെ അപ്പോഴും പൈസ വാങ്ങിയിരുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പ്രൊഡ്യൂസർമാർക്ക് പ്രിയപ്പെട്ട നടനായിരുന്നു. പ്രൊഡ്യൂസർമാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രതിഫലം തിരിച്ചു കൊടുക്കാറുണ്ട്. ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നാൽ വീണ്ടും അതേ പ്രൊഡ്യൂസർക്ക് തന്നെ വേറൊരു സിനിമ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വേറൊരു സംവിധായകൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു 30 ദിവസത്തേക്ക് വേണ്ടി 1,00,000 രൂപ ചോദിച്ചു. പക്ഷെ 20 ദിവസം കൊണ്ടെന്തോ ഷൂട്ടിംഗ് തീർത്തപ്പോൾ 75,000 മതി, ബാക്കി 25,000 എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ച ഡേറ്റ് എനിക്ക് വേറെ ആൾക്ക് കൊടുത്ത് ഞാൻ പൈസ മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ അത്ര നല്ല മനുഷ്യനായിരുന്നു ഒരു പ്രേം നസീർ ആയിരുന്നു. പിന്നെ മുമ്പും പല ഈ കോട്ടയം കുഞ്ഞച്ചൻ്റെ ഒക്കെ ഡയറക്ടർ സുരേഷ് ബാബു പറഞ്ഞിട്ട് ഇതുപോലെ മമ്മൂട്ടി പ്രേം നസീറിനെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴൊക്കെ മമ്മൂട്ടി വളരെ ആയിട്ടാണ്, മമ്മൂട്ടി എപ്പോൾ വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ്. അപ്പോൾ പ്രേം നസീറിന് ഇവരൊക്കെ അന്നത്തെ യുവതലമുറയിലുണ്ടായിരുന്ന മമ്മൂട്ടി മോഹൻലാലും ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറിയിരുന്നത്. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹം മരിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ഒരു മികച്ച സംവിധായകനായി നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരുന്നു.